വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 3 കാര്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 18 അധ്യായം 35 വാക്യം. നിന്റെ രക്ഷയുടെ പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഈ വാക്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ഒരു നിമിഷം എടുക്കുക. നിന്റെ എന്ന വാക്ക് 3 തവണ ആവർത്തിക്കുന്നത് നാം കാണുന്നു. നിന്റെ രക്ഷയുടെ പരിച, നിന്റെ വലങ്കൈ, നിന്റെ സൗമ്യത. ഈ 3 ദിവ്യ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ചുരുക്കമായി ധ്യാനിക്കാം. ഒന്നാമതായി, നിന്റെ രക്ഷയുടെ പരിച. അവനിൽ ആശ്രയിക്കുന്നവർക്ക് അവനൊരു പരിചയാണെന്ന് സദൃശ്യവാക്യങ്ങൾ 30 അധ്യായം 5 വാക്യത്തിൽ തിരുവെഴുത്ത് പറയുന്നു. ഒരു പരിച എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുക. അത് സംരക്ഷണം നൽകുന്നു. സാത്താൻ തന്റെ തീജ്വാലകൾ നമ്മുടെ നേരെ എറിയുമ്പോൾ, അല്ലെങ്കിൽ ദുഷ്ടന്മാർ ദുഷ്ട പദ്ധതികളിലൂടെയോ മന്ത്രവാദത്തിലൂടെയോ നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് തന്നെ നമുക്ക് പരിചയമായി മാറുന്നു. നമ്മുടെ മേൽ വീഴേണ്ടിയിരുന്ന ന്യായവിധിയുടെ അഗ്നി ക്രൂശിൽ യേശുക്രിസ്തു വഹിച്ചു. യുദ്ധകളത്തിൽ ശത്രു വിഷം പുരണ്ട അമ്പുകൾ എറിയുകയും കുന്തങ്ങൾ എറിയുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ പരിച ഉയർത്തിപ്പിടിക്കുന്ന യോദ്ധാവ് സുരക്ഷിതനായി നിൽക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് തന്നെയാണ് നിങ്ങളുടെ പരിചയം. രണ്ടാമതായി, നിങ്ങളുടെ വലത് കൈ. ഇനി കർത്താവിന്റെ കൈ നോക്കൂ. ബൈബിൾ അതിനെ ഒരു നീട്ടിയ ഭുജം എന്നും ശക്തമായ കൈ എന്നും വിശേഷിപ്പിക്കുന്നു. നമ്മുടെ സ്നേഹവാനായ ദൈവം തന്റെ നിത്യഭുജങ്ങൾക്കുള്ളിൽ നമ്മെ സംരക്ഷിക്കുന്നു. മോശ പറഞ്ഞു, നിത്യനായ ദൈവം നിങ്ങളുടെ സങ്കേതം, കീഴിൽ ശാശ്വത ഭുജങ്ങളുണ്ട് എന്ന്. ഇത് ആവർത്തന പുസ്തകം 33 അധ്യായം 27 വാക്യത്തിൽ കാണപ്പെടുന്നു. ഇസ്രായേൽ ജനത്തെ ആ ശക്തമായ കൈകൾ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കൈകൾ ഒരിക്കലും പരാജയപ്പെടില്ല. അവ നമ്മുടെ കാലുകൾ വഴുതി പോകാതെ സൂക്ഷിക്കുന്ന കൈകളാണ്. ഇത് 1 ശമൂവേൽ 2 അധ്യായം 9 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് പോലും നമ്മെ കൊണ്ടുപോകുന്നത് കൈകളാണ്. ഇത് യേശയ്യാവ് 46 അധ്യായം 4 വാക്യത്തിൽ കാണപ്പെടുന്നു. കർത്താവിന്റെ കൈ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതരുമാണ്. മൂന്നാമതായി, നിങ്ങളുടെ സൗമ്യത. നിങ്ങളുടെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു എന്ന് സങ്കീർത്തനം 18 അധ്യായം 35 വാക്യത്തിൽ ദാവീദ് സന്തോഷിച്ചു. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ നീതി കൊണ്ടോ അല്ല, മറിച്ച് കർത്താവിന്റെ കാരുണ്യത്താലാണ് നാം വലിയവരാകുന്നത്. അവന്റെ സ്നേഹദയാൽ അവൻ നമ്മെ തന്നിലേക്ക് അടുപ്പിച്ചു എന്ന് യിരെമ്യാവ് 31 അധ്യായം 3 വാക്യത്തിൽ കാണപ്പെടുന്നു. അവന്റെ ദിവ്യശക്തിയും കൃപയും കൊണ്ടാണ് അവൻ നമ്മെ വിളിച്ചതെന്ന് 2 പത്രോസ് 1 അധ്യായം 3 വാക്യത്തിലും കാണപ്പെടുന്നു. അവന്റെ കൃപയുടെ പരിചയാൽ അവൻ നമ്മെ ചുറ്റിപ്പറ്റിയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് സങ്കീർത്തനം 5 അധ്യായം 12 വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന്റെ പ്രിയ മക്കളെ, കർത്താവിന്റെ സംരക്ഷിക്കുന്ന കരവും കൃപയും എപ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അവന്റെ ദൃഷ്ടിയിൽ വലിയവരാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സെഖര്യാവ് 9 അധ്യായം 17 വാക്യം. അവന്റെ നന്മ എത്ര വലുതാണ്, അതിന്റെ സൗന്ദര്യവും എത്ര വലുതാണ്. ധാന്യം യുവാക്കളെയും വീഞ്ഞ് യുവതികളെയും അഭിവൃദ്ധിപ്പെടുത്തും. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ ദാനിയേൽ 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം 1 യോഹന്നാൻ 4 അധ്യായം. ആമേൻ.